നമസ്കാരം. രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇന്ധനവില കുത്തനെ ഉയർന്നിരിക്കുകയാണ്. സാമ്പത്തികമായി ഏറെ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഇരുട്ടടി എന്നോണമാണ് കേന്ദ്രത്തിന്റെ ഇന്ധനക്കൊള്ള. എന്നാൽ ചില സംസ്ഥാനങ്ങൾ നികുതി കുറയ്ക്കാതെ വരുമാനമുണ്ടാക്കുന്നുവെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിമർശനം. കേരളവും തമിഴ്നാടും ബംഗാളും ഉൾപ്പെടുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാനങ്ങൾ ഇന്ധനവില കുറയ്ക്കണമെന്ന മോദിയുടെ നിർദ്ദേശം. ടുഡേസ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മോദി പറയുന്ന കണക്കിലെ കാര്യമെന്ത്? വില കുറയ്ക്കാൻ സംസ്ഥാനങ്ങൾക്ക് എന്തു ചെയ്യാം? കൂട്ടേണ്ടവരല്ലേ കുറയ്ക്കേണ്ടത്? ഈ വിഷയത്തിൽ നമുക്കൊപ്പം അതിഥികളായുള്ളത് കെ എൻ ഗോപിനാഥ്, CPM, ഒപ്പം തന്നെ NK ശശികുമാർ, BJP എന്നുള്ളവരാണ്. ആദ്യം തന്നെ കെ എൻ ഗോപിനാഥിലേക്കാണ്. ശ്രീ കെ എൻ ഗോപിനാഥ്, ഇന്ന് പ്രധാനമന്ത്രി വിമർശനം ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ നികുതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളവുമുണ്ട്. ഈ സംസ്ഥാനങ്ങൾ നികുതി കുറയ്ക്കാതെ വരുമാനമുണ്ടാക്കുന്നു എന്നാണ് പ്രധാനമന്ത്രിയുടെ വിമർശനം. എന്താണ് മറുപടി? ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കാനോ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ കവർന്നെടുക്കാനോ ഒരു യൂണിയൻ ഗവൺമെൻറ് ദേശീയ രാഷ്ട്രീയത്തിലുള്ളപ്പോൾ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനും അധികാരമില്ല. അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിനാകട്ടെ കോൺഗ്രസ് ഗവൺമെൻറ്റിനാകട്ടെ BJP ഭരിക്കുന്ന ഗവൺമെൻറ്റിനും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവനയ്ക്കെതിരായി സംസ്ഥാന ഗവൺമെൻറ്റുകൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുക, ടാക്സ് ഈടാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പെർവിയിൽ വരുന്നതല്ല. അത് ഉണ്ടായിരുന്ന അധികാരങ്ങൾ കൂടി പൂർണ്ണമായി GST വന്നപ്പോൾ സംസ്ഥാനങ്ങൾക്ക് എടുത്തു കളയുകയാണ് ചെയ്തത്. അവശേഷിക്കുന്ന നികുതി ഈടാക്കാനല്ല, യഥാർത്ഥത്തിൽ നികുതിയിൽ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിക്കുന്ന ബേസിക് എക്സൈസ് ഡ്യൂട്ടിയുടെ 41%, അത് യഥാർത്ഥത്തിൽ കേരളം മറ്റ് പല കാര്യങ്ങളിലും മികച്ചതാണ് എന്നുള്ളതുകൊണ്ട് പ്ലാനിംഗ് കമ്മീഷൻ കേരളത്തിന് അത്രയും വേണ്ടാന്ന് തീരുമാനിച്ച് 3.9%, റൗണ്ട് അബൌട്ട് 4% നമുക്ക് കിട്ടിയിരുന്ന ഷെയർ ഇപ്പോൾ ഏതാണ്ട് 1% താഴെയാണ് നമുക്ക് ലഭിക്കുന്നത്. പറയുമ്പോൾ കേരളത്തിന് ഭയങ്കര തോതിൽ ഖജനാവിൽ പണം കിട്ടുന്നുണ്ടെന്നാണ്. കേന്ദ്രം വർദ്ധിപ്പിക്കുന്ന ഈ പറയുന്ന സ്പെഷ്യൽ നികുതിയിൽ 53% കേന്ദ്ര ഖജനാവിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നികുതി കൊള്ള നടത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. നേരത്തെ അക്ഷയ ചോദിച്ചതുപോലെ തന്നെ നികുതി കൂട്ടുന്നതും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കുക്കിംഗ് ഗ്യാസിൻ്റെയും വില വർദ്ധിപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റും കുറയ്ക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റുമാണെന്നുള്ളത് രാഷ്ട്രീയമായി ഇതേവരെ BJPയുടെ പ്രാദേശിക നേതാക്കന്മാരും അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാരും പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് അവരുടെ രാഷ്ട്രീയ വിദ്വേഷത്തിനാണ്. പക്ഷേ പ്രധാനമന്ത്രിയെപ്പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മഹത് വ്യക്തി യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ പ്രസ്താവന നല്ലതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റും ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കണം. കേരളത്തിലെ ഗവൺമെൻറ്റോ ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളോ അങ്ങനെ കേന്ദ്രത്തിനെതിരായി വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ടോ? സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്നത് പരിമിതമായ പാർലമെൻ്ററി സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് സ്റ്റേറ്റുകൾ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. വികസന പ്രവർത്തനങ്ങളിൽ പോലും കേന്ദ്രവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ നിമിഷം വരെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഗവൺമെൻറ് രണ്ടാം വരവിലും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലാണ് കേന്ദ്രത്തിനെതിരെ വെല്ലുവിളി ഉയർത്തുന്നത്? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ പ്രേരിതമായി കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നടപടികൾ തിരുത്തിച്ച് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിലൊരു ഫെഡറൽ സിസ്റ്റത്തിനകത്ത് എങ്ങനെയാണോ സഹകരിക്കേണ്ടത് ആ സഹകരിക്കേണ്ടതിന് പകരം ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ നിഷേധിച്ചുകൊണ്ട് ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് ചില അനുവാദങ്ങൾ കൊടുക്കുന്നുണ്ട്. 270, 271 വകുപ്പുകൾ കുക്കിംഗ് ഗ്യാസിൻ്റെ അടക്കം ഉള്ള കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ ചില സെസ്സുകൾ ലെവി ഈടാക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് പറയുന്നുണ്ട്. അത്തരം അധികാരങ്ങൾ പോലും യഥാർത്ഥത്തിൽ എടുത്തു കളഞ്ഞു എന്ന് മാത്രമല്ല, ഇന്ന് ധനകാര്യമന്ത്രി സഖാവ് ബാലഗോപാൽ കേരളത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ വളരെ കൃത്യമായൊരു കണക്ക് പറഞ്ഞു. കഴിഞ്ഞ 6 കൊല്ലമായി കേന്ദ്രം തുടരെ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കേരള ഗവൺമെൻറ് ഒരു നയാ പൈസ വർദ്ധിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതാണ് അവസ്ഥ. അതുകൊണ്ട് പ്രധാനമന്ത്രി എന്തുദ്ദേശത്തിലാണോ ഇത് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തെ പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തനി രാഷ്ട്രീയക്കാരനെ പോലെ അങ്ങനെ അദ്ദേഹം രാഷ്ട്രീയക്കാരനാണെങ്കിലും ആ സ്ഥാനത്തോട് മര്യാദ കാണിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കുറച്ചും കൂടി ഒരു മിതത്വം പാലിക്കേണ്ടതായിരുന്നു. രാഷ്ട്രീയ എതിരാളികൾക്ക് കേരളത്തിൽ ബോധപൂർവമായി ഗവൺമെൻറ്റിനെ അസ്ഥിരീകരിക്കാൻ വേണ്ടി നടത്തുന്ന പ്രക്ഷോഭ സമരങ്ങൾക്ക് ഒരു ചെറിയ ഇര കൂടി ഇട്ടുകൊടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയെപ്പോലെ ആൾ കരുവാവരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. BJP നേതാവ് NK ശശികുമാർ കൂടി നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം തത്സമയം അദ്ദേഹത്തിന് നമുക്ക് ലഭ്യമല്ല, ചില സാങ്കേതിക തകരാറുണ്ട്. ടെലിഫോൺ ലൈനിൽ അദ്ദേഹമുണ്ട്.
ശ്രീ NK ശശികുമാർ, ഇവിടെ ഇപ്പോൾ കെൻ ഗോപിനാഥ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അഡീഷണൽ എക്സൈസ് നികുതിയാണ് കേന്ദ്രം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്കാകെ ലഭിക്കുന്ന വിഹിതം എന്ന് പറയുന്നത് എക്സൈസ് നികുതിയുടെ വിഹിതമാണ് ലഭിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ചില സംസ്ഥാനങ്ങളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഈ സംസ്ഥാനങ്ങളാണ് നികുതി കുറയ്ക്കേണ്ടത്, അങ്ങനെയാണ് രാജ്യം നേരിടുന്ന ഈ പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതെന്ന് പ്രധാനമന്ത്രി പറയുന്നതിലെ വസ്തുത എന്താണ്? അല്ല, പ്രധാനമന്ത്രി അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് വസ്തുനിഷ്ഠമായിട്ടാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സഹാക്കന്മാർക്ക് നിരന്തരമായി പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളെ വിമർശിക്കുക, അതിനെതിരെ ചില കള്ളക്കണക്കുകൾ നിരത്തുക, അതൊരു സ്ഥിരം കലാപരിപാടിയുമായി കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ ഇടതുപക്ഷ സഹയാത്രികളും ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്ക് ഒരു പിന്നോട്ട് നോക്കിയാൽ ഈ കെ കരുണാകരന്റെ ഭരണകാലത്തും AK ആന്റണിയൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന കേരളത്തിലെ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇപ്പോഴും എനിക്ക് ഓർമ്മ വരികയാണ്. ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു അന്ന്. അരി ചോദിച്ചാൽ കേന്ദ്രം കേന്ദ്രം, തുണി ചോദിച്ചാൽ കേന്ദ്രം കേന്ദ്രം, ഇതുപോലൊരു നാറിയ ഭരണം കേരള മക്കൾ കണ്ടിട്ടില്ല. ഇത് ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷം കേരളത്തിലെ ഈ ഗവൺമെന്റിനെതിരെ സമരരംഗത്ത് ഇപ്പൊ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലായാലും മറ്റ് ഏത് മേഖലകളുടെ വിലവർദ്ധനവിനെതിരെയായാലും അതിന്റെ ലഭ്യതക്കുറവിലായാലും ഇടതുപക്ഷത്തിന്റെ സമരങ്ങളുടെ ഒരു രൂപം ഇതായിരുന്നു. അപ്പൊ നിരന്തരമായി കള്ളം പ്രചരിപ്പിക്കുക, നുണ പറയുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ഒരു ശൈലിയാണ്. ഇപ്പോ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലായാലും നമുക്കറിയാം ഒരു കാര്യം വ്യക്തമാക്കും, ഈ നിരന്തരമായി കള്ളം പറയുക, നുണ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞതുകൊണ്ടാണ് എങ്ങനെയാണ് ഈ സംസ്ഥാനം ഈ നികുതി കുറയ്ക്കേണ്ടത് എന്നതിനുള്ള അതിന്റെ ഒരു കണക്കാക്കിയൊന്ന് വ്യക്തമാക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെയല്ലേ പ്രധാനമന്ത്രി പറഞ്ഞ ഫെഡറൽ സംവിധാനത്തിനോട് യോജിച്ച് നിന്നുകൊണ്ട് കേരളം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഫെഡറൽ സംവിധാനത്തിൽ എല്ലാവരും ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് അതിനോട് യോജിച്ച് നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കണം എന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടത് കേന്ദ്രം തന്നെയല്ലേ ശ്രീ ശശികുമാർ? അങ്ങനെയാണെങ്കിൽ ആദ്യം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ട കേന്ദ്രമല്ലേ? നമ്മൾ കണ്ടു ഇവിടെ കോവിഡ് മഹാമാരി ഉണ്ടാകുമ്പോഴും ഇവിടെ കോർപ്പറേറ്റ് നികുതി കുറയ്ക്കുകയും 5% കുറയ്ക്കുകയും അതേസമയം തന്നെ ഇന്ധന നികുതി വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്ന കാഴ്ച 2020 ഏറ്റവും വലിയ രീതിയിൽ ഈ നികുതിയൊക്കെ വർദ്ധിപ്പിച്ചത്. അത് രാജ്യം ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്താണ്. കോവിഡ് മഹാമാരിയോടനുബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് രാജ്യം നേരിട്ടത്. ആ പ്രതിസന്ധിയെ മറികടക്കണം നമുക്ക്. അതോടൊപ്പം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തോടനുബന്ധിച്ചുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ മറ്റ് മേഖലയിലെ എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെയും എണ്ണ വിതരണ മേഖലയിലെയും ഒക്കെ പ്രതിസന്ധി, അമേരിക്ക ഉൾപ്പെടെ ജർമ്മനി ഉൾപ്പെടെ ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ധന മേഖലയിൽ ഉയർത്തിയ വൻകിട നികുതിയും അതിന്റെ വിലവർദ്ധനവും ഏതാണ്ട് 50% വർദ്ധിപ്പിക്കുകയും അതിനനുസരിച്ച് ആ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ആ എണ്ണ ഉൽപാദന മേഖലയിലും വിതരണ മേഖലയിലും മാറ്റം വരുത്തി. ഇന്ത്യയിലുണ്ടായ വർധനവും ഇന്ത്യയിലുണ്ടായ ആ രാഷ്ട്രീയ സാഹചര്യത്തെ അല്ലെ യുദ്ധ സാഹചര്യത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ അതിനനുസരിച്ചുള്ള ഒരു വിലവർദ്ധനവ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. പക്ഷെ ജനങ്ങൾക്ക് ആ ഇന്ധന വിലയിലുണ്ടായ വർധനവിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് കൊണ്ടാണ് പ്രധാനമന്ത്രി മറ്റു രാജ്യത്തെ സംസ്ഥാനങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ നികുതിയിൽ മാറ്റം വരുത്തി, കുറച്ച് കുറവ് വരുത്തി ഈ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ഗോവ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നികുതിയിൽ കുറവ് വരുത്തിക്കൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിൽ വിലക്കുറവ് വന്നു. പക്ഷെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എന്തുകൊണ്ട് ആ നികുതി കുറയ്ക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമുണ്ട്. അത് ഉടനെ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ചീഫ് സെക്രട്ടറിയോട് ഗുജറാത്തിൽ പോയി കണ്ടു പഠിച്ചിട്ട് വരാൻ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പോയി പഠിച്ചിട്ട് വരട്ടെ, എന്നിട്ട് റിപ്പോർട്ട് 29-ാം തീയതി ശശികുമാർ, അതായത് അങ്ങിപ്പോൾ സംസ്ഥാനങ്ങളോട് വില കുറയ്ക്കാൻ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മാത്രം ഏറ്റവും ഒടുവിലത്തെ ചിത്രം നമ്മൾ കണ്ടതാണ്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ മാർച്ച് 22-ന് ഇവിടെ വില വർധനവ് വീണ്ടും വരികയും 16 ദിവസം കൊണ്ട് ഏകദേശം 10 രൂപയോളം വിലയാണ് 1 ലിറ്റർ പെട്രോളിന് വർദ്ധിക്കുകയും ചെയ്തത്. അതായത് കേന്ദ്രം കുറച്ചാൽ കുറയുന്നതല്ലേ ഉള്ളൂ കേരളത്തിലെ വിലയും, കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വിലയും. കേന്ദ്രം വില കുറച്ചതിന് ശേഷമാണല്ലോ പറഞ്ഞത്. അതേ കേന്ദ്രം തന്നെയാണല്ലോ വീണ്ടും വില കൂട്ടിയിരിക്കുന്നത്. കേന്ദ്രം വില കൂട്ടിയ സമയത്ത് സാഹചര്യം എന്തെന്ന് ലോകത്തിൽ അറിയാൻ മേലാത്ത ആളുകളൊന്നും അല്ലല്ലോ നിങ്ങള്.
കേന്ദ്ര വില കൂട്ടിയ സാഹചര്യം അങ്ങ് പറയൂ. ഭീകരമായ ഒരു സാഹചര്യം എന്ത് സാഹചര്യമാണ് അതങ്ങ് പറയൂ. അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം ഉണ്ടാകുന്ന സാഹചര്യം എന്താണ്? എടുത്ത മറ്റ് വിദേശ രാജ്യങ്ങൾ ജർമ്മനി ഉൾപ്പെടെ അമേരിക്ക ഉൾപ്പെടെ കരുതൽ ശേഖരത്തിൽ നിന്ന് വരെ അവരുടെ എണ്ണ എടുത്ത് വിതരണത്തിനായി ഉപയോഗിച്ചു. കാരണം അത്തരമൊരു സാഹചര്യം ലോകത്തിൽ നിലനിൽക്കുകയാണ്. അത് ചിന്തിക്കാതെ വെറുതെ വന്നിരുന്ന് വാചകം അടിച്ചാൽ ശശികുമാർ, അതായത് അങ്ങ് പറയൂ, തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമാണോ ഇത് വരുന്നത്? അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില അനുസരിച്ചാണ് രാജ്യത്തെ ഇന്ധനവില നിയന്ത്രിക്കുന്നത് എന്നാണ് അന്ന് വാജ്പേയി സർക്കാർ ഇത്തരത്തിലൊരു നിയമം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചു, അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞല്ലോ. ഈ വില വർധനവ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തായിരുന്നു അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നത്. ആ സമയത്ത് ഇവിടെ വില കുറയുകയാണ് ഉണ്ടായത്, വില കൂടിയിട്ടില്ല. അതിനുശേഷമാണ് വില കൂടിയത്. സാഹചര്യം എന്ന് പറയുന്നതും ഇന്ത്യ എടുത്ത നിലപാടും റഷ്യയുമായിട്ടുള്ള നിലപാടും എല്ലാം ആശ്രയിച്ചാണ് ഇത്തരത്തിലുള്ള വിലക്കുറവ് രാജ്യത്ത് നിലനിന്നിരുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ അന്താരാഷ്ട്ര മേഖലയിലെ കണക്കുകൾ പരിശോധിക്കൂ. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോക സാമ്പത്തിക രാജ്യങ്ങളുടെ കണക്കുകൾ പരിശോധിക്കൂ. അവരൊക്കെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേൽ ഉയർത്തിയ നികുതി എത്ര ശതമാനം വർദ്ധിപ്പിച്ചു എന്നുള്ളത് ലോകം മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യമോ അല്ലെങ്കിൽ എണ്ണ വിതരണ രംഗത്ത് അത്തരത്തിലൊരു വലിയ വർധനവോ വരുത്തിയിട്ടില്ല. കാരണം ആ സാഹചര്യത്തിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുക വഴി രാജ്യത്ത് ഗുണപരമായ ചില മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു ഈ എണ്ണ ഉൽപാദന മേഖലയിലും വിതരണ മേഖലയിലും. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം വില വർധനവിലേക്ക് കടക്കാൻ സാധിക്കാത്തത്. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ ശ്രീലങ്കയിൽ എന്ത് സംഭവിച്ചു, ഇപ്പോൾ നേപ്പാളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുമ്പോൾ നിങ്ങൾ ലോകത്തിന്റെ മുന്നിൽ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. അത് തന്നെയാണ് ശ്രീ എൻ.കെ. ശശികുമാർ എനിക്ക് അങ്ങയോടും പറയാനുള്ളത്. അതായത് എണ്ണവില അന്താരാഷ്ട്ര വിപണിയിൽ $125 ആയ സമയത്ത്, തെരഞ്ഞെടുപ്പിന്റെ സമയത്തായപ്പോഴും ഇവിടെ എണ്ണവില കുറയ്ക്കുകയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ എണ്ണവില കൂട്ടുന്ന നടപടി ഒന്നും സ്വീകരിച്ചിട്ടില്ല. അതേസമയം $85 ഒക്കെ ആയിരുന്ന സമയത്താണ് ഇവിടെ എണ്ണവില വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ വില കൂട്ടുകയും ചെയ്തു. യുദ്ധത്തിന്റെ പശ്ചാത്തലമൊക്കെ പറയുകയാണെങ്കിൽ അത് ആ സമയത്തല്ലേ വർദ്ധിപ്പിക്കേണ്ടത്? എന്തുകൊണ്ട് ആ സമയത്ത് വർദ്ധിപ്പിച്ചില്ല? തെരഞ്ഞെടുപ്പിന് മുമ്പ് വർദ്ധിപ്പിച്ചില്ല. ആ സമയത്താണല്ലോ യുദ്ധം ആരംഭിക്കുകയും അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടുകയും ചെയ്തത്. തിരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം തന്നെ നിങ്ങളുടെ കൈരളി ഉൾപ്പെടെയുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു 10 രൂപ വില വർദ്ധിക്കുമെന്ന് പറഞ്ഞ് സഹാക്കന്മാരെല്ലാം ഫുൾ ടാങ്ക് എണ്ണയടിച്ച് കേരളത്തിൽ സോഷ്യൽ മീഡിയയിലെ പ്രചരണം നടത്തിയ ആളുകളുണ്ടായിരുന്നല്ലോ. അതിനുശേഷം 10 രൂപ വർദ്ധിപ്പിക്കുകയും ചെയ്തു. 16 ദിവസം കൊണ്ട് 10 രൂപ തന്നെ വർദ്ധിപ്പിച്ചത്. വില വർദ്ധിച്ചത് അതിനുശേഷം എത്ര ദിവസം കഴിഞ്ഞ് ഒറ്റയടിക്കാണ് വില വർദ്ധിപ്പിച്ചത്? നിങ്ങൾ 16 ദിവസം കൊണ്ട് 10 രൂപ അതിനുശേഷം വർദ്ധിപ്പിച്ചു. ശ്രീ എൻ.കെ. ശശികുമാർ, നിങ്ങളുടെ പ്രചരണം എന്തായിരുന്നു? നിങ്ങൾ പ്രചരിപ്പിച്ചത് എന്താണ്? എന്താ? ഇലക്ഷൻ കഴിയുമ്പോൾ 10 രൂപ വില വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം നിങ്ങളുടെ അത് വർദ്ധിപ്പിച്ചല്ലോ ശ്രീ എൻ.കെ. ശശികുമാർ. അതാണ് ഞാൻ പറയുന്നത്, വർദ്ധിപ്പിച്ചു. 10 രൂപ തന്നെ വർദ്ധിപ്പിച്ചു എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങൾക്കും നിങ്ങളുടെ നേതാക്കന്മാർക്കും ബോധ്യപ്പെടില്ല. കൈരളി ന്യൂസ് പ്രത്യേകിച്ച് പ്രചരണം നടത്തേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം ഓരോ ദിവസവും ഇന്ധനവില കൂടുന്നു എന്നും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് കൂടുമെന്ന് വ്യക്തമായ ബോധം സാധാരണക്കാരായ ജനങ്ങൾക്ക് വരെ ഉണ്ടാവുകയും അങ്ങനെ അവർക്ക് എണ്ണയടിക്കുന്ന സാഹചര്യം അങ്ങ് പറഞ്ഞത് ശരിയാണ്. അതിനുശേഷം തൊട്ടു പിന്നാലെ പെട്രോൾ പമ്പിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുകയോ ചെയ്ത ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ അങ്ങേലേക്ക് മടങ്ങിയെത്താം. കാരണം ഞാൻ പറയുന്നതിനല്ല അങ്ങ് മറുപടി പറയുന്നത്. അങ്ങേക്ക് അല്പസമയത്ത് തന്നെ മടങ്ങിയെത്താം. ഒരു ഇടവേള അനിവാര്യമാവുകയാണ്. ഇടവേളയിലേക്ക് വീണ്ടും ചർച്ചയിലേക്കാണ്. ശ്രീ കെൻ ഗോപിനാഥ്, ഇവിടെ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പേരെടുത്തു പറഞ്ഞിരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ തന്നെയും ഭൂരിഭാഗവും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഇന്ന് ധനമന്ത്രി സൂചിപ്പിച്ചപ്പോഴും അക്കാര്യം പറയുന്നുണ്ടായിരുന്നു. ഈ പ്രതിപക്ഷ പാർട്ടികളെ ഉന്നം വയ്ക്കുന്നു, ഒപ്പം തന്നെ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കാൻ കേന്ദ്രം ശ്രമം നടത്തുന്നു എന്ന രീതിയിലുള്ള പ്രതികരണം ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ സംസ്ഥാനങ്ങളുടെ പേരെടുത്തു പറഞ്ഞതിൽ അതിലങ്ങ് എന്ത് രാഷ്ട്രീയമാണ് കാണുന്നത്? അദ്ദേഹം സംസ്ഥാനങ്ങളുടെ പേരെടുത്തു പറഞ്ഞത് ബോധപൂർവമാണ്. കാരണം കേരളം വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം, പ്രത്യേകിച്ച് പൊതുമേഖലാ നിക്ഷേപം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൊച്ചു സംസ്ഥാനമാണെങ്കിലും ദേശീയ ശരാശരിയിൽ കേരളം മികച്ചതായിട്ട് നിൽക്കുന്നു എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ പല ഏജൻസികളുടെയും പഠനങ്ങൾ പുറത്ത് കാണിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ഭരണമുള്ളത് കേരളത്തിലാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിലിരുന്ന ഈ 9 വർഷക്കാലത്തിനിടയിലാണ്. അത് വെറുതെ ഒരു വാക്ക് പറയുകയല്ല ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റഡി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പല കാര്യങ്ങളിലും ആ കാര്യത്തിൽ കേരളത്തിൻ്റെ മുൻനിര ഉള്ളതുകൊണ്ട് പദ്ധതി വിഹിതത്തിനകത്ത് കേരളത്തിൽ കുറവ് വരാറുണ്ട്. അതേസമയം BJP ഗവൺമെൻറ്റുകളോ അല്ലെങ്കിൽ കേന്ദ്രത്തോട് ഒട്ടി നിൽക്കുന്ന ഗവൺമെൻറ്റുകളോ ആണെങ്കിൽ അവർക്ക് അതിനൊന്നും ഒരു മടിയില്ല. കേന്ദ്ര നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇഷ്ടംപോലെ നിക്ഷേപം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അവഗണന നേരിടുന്ന സംസ്ഥാനങ്ങൾ സ്വാഭാവികമായിട്ടും കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകണം എന്ന് കണക്കാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ നിലപാട് BJP സ്വീകരിക്കുന്നത് കൊണ്ടാണ്
പ്രധാനമന്ത്രിയെ പോലെ ഒരു മഹത് വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനിണങ്ങാത്ത വിധത്തിൽ കേന്ദ്രം നികുതികൾ കൂട്ടുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും നികുതികൾ കൂട്ടാനുള്ള അധികാരമില്ല. എന്നിട്ടും ആ നികുതികൾ സ്വാഭാവികമായിട്ടും ആകെ സെയിൽ ടാക്സ് എന്ന് പറയുന്ന നിസ്സാരമാണ് കേരള ഗവൺമെൻറ്റിനുള്ള വരുമാനം. അതിൽ തന്നെ ഞാൻ പറഞ്ഞു 53% കേന്ദ്രത്തിലേക്ക് അടയ്ക്കണം. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ കേന്ദ്രത്തിലേക്ക് അടയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് മനഃപൂർവ്വമായി കേരളം പോലുള്ള പ്രതിപക്ഷ നിലപാടുകളുള്ള സംസ്ഥാനങ്ങളെ കുറച്ചും കൂടി സാമ്പത്തികമായി ഞെരുക്കുക, എന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തുക എന്നുള്ളത് BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണ്. പല വിധത്തിലും അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് കേരളത്തിലെ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ മാത്രമല്ല, ശശികുമാർ കേൾക്കുന്നുണ്ടാവും, ഉദ്ധവ് താക്കറെ, ശിവസേന, കേന്ദ്ര BJP NDA മുന്നണിക്ക് അകത്തുണ്ടായിരുന്നവരാണ്. അതുപോലെ മമതാ ബാനർജി, ഞങ്ങൾ ഇടതുപക്ഷമായിട്ട് വലിയ തർക്കത്തിലുള്ളവരാണ്. എന്നാലും അവരും സ്വാഭാവികമായിട്ടും ഇതിനെ സംബന്ധിച്ച് പ്രതിഷേധിക്കുകയാണ്. ശശികുമാർ ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം നേരത്തെ ഇടതുപക്ഷക്കാർ വിളിച്ചിരുന്ന കേന്ദ്രത്തിനെതിരായിട്ടുള്ള മുദ്രാവാക്യം അദ്ദേഹം പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ മുദ്രാവാക്യം ചിലപ്പോൾ നാളെ ഇതേ നിലപാട് പ്രധാനമന്ത്രി തുടരുകയാണെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്നും ഉയരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ BJP ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംസ്ഥാനത്തിന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക വരുമാനം ഇല്ലാതാവും. GST നടപ്പാക്കിയപ്പോൾ ഈ മദ്യത്തിൻ്റെയും അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിപ്പിക്കാൻ അവിടെ മാത്രമാണ് യഥാർത്ഥത്തിൽ GST പെടാത്ത സംസ്ഥാനത്തിന് കിട്ടുന്നൊരു നികുതി വരുമാനം എന്ന് പറയുന്നത്. ആ നികുതി വരുമാനം കുറയ്ക്കണമെന്ന് വീണ്ടും പറയുക. കേന്ദ്രം കൂട്ടുന്ന നികുതി എന്തിനാണ് കേരളം കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റ് കുറയ്ക്കുന്നത്? അതല്ലല്ലോ ശരി. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില 50 രൂപയാക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നിട്ട് ഉക്രൈനൊക്കെ ഈ 9 കൊല്ലക്കാലം കൊണ്ട് തുടർന്നതല്ലല്ലോ. ഉക്രൈൻ റഷ്യ യുദ്ധം എന്നൊക്കെ പറഞ്ഞ് ഈ സമീപ മാസങ്ങളിൽ ആരംഭിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സ്കേഴ്സിറ്റി വന്നിട്ടുണ്ട്, അതിൻ്റെ വില ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് ജീവിത ചെലവുകൾ വർദ്ധിപ്പിക്കുന്ന വിധത്തിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എന്നാൽ ഉക്രൈൻ റഷ്യ കലാപത്തിൻ്റെ പേരിൽ ഇത് വരാൻ പാടില്ല. $68 അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വില കുറഞ്ഞില്ലല്ലോ, വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുകയല്ല ചെയ്തത്. അതല്ലേ ചെയ്തിരുന്നത്. BJP ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പായി ഇന്ത്യയിൽ പ്രകൃതി ഈ കുക്കിംഗ് ഗ്യാസിന്, നമ്മളെ ഗാർഹിക ഉപഭോഗത്തിന് ഉപയോഗിക്കുന്ന കുക്കിംഗ് ഗ്യാസിന് 55 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എത്രയാ? 956 രൂപയോളം കുക്കിംഗ് ഗ്യാസിന് കൊടുക്കണം. ഞാൻ താമസിക്കുന്ന എറണാകുളം ജില്ലയിൽ കൊടുക്കേണ്ട റേറ്റാണ് ഞാൻ പറഞ്ഞത്. മറ്റ് പല സ്ഥലത്തും അതിൻ്റെ വ്യത്യാസമുണ്ട്. 1000-ലേക്ക് റീച്ച് ചെയ്യുകയാണ്. അതുപോലെ തന്നെ പെട്രോളിന് ഏതാണ്ട് 9 രൂപ 50 പൈസ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നത്തെ 115 രൂപ അല്ലെങ്കിൽ 116 രൂപയിലേക്ക് വന്നിരിക്കുന്നു. ഡീസലിനും ഇതേപോലെ തന്നെ 4 രൂപ 50 പൈസ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ 102 രൂപയിലേക്ക് വന്നിരിക്കുന്നു. അത് ഉക്രൈൻ റഷ്യൻ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണോ? അതുകൊണ്ട് അതൊക്കെ യഥാർത്ഥത്തിൽ നിങ്ങൾ കണ്ണടച്ചിരുട്ടുക. നിങ്ങൾ യഥാർത്ഥത്തിൽ വസ്തുതകൾ പറയുമ്പോൾ നിങ്ങൾ അതിനെ ഭയപ്പെടുകയാണ്. അതുകൊണ്ടാണ് ശശികുമാർ, ഞാൻ ബഹുമാനിക്കുന്ന സുഹൃത്ത് ശശികുമാർ, BJPയുടെ നേതാവ്, അദ്ദേഹം പറയുകയാണ്, സഖാക്കന്മാർക്ക് ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ, അവർ വിഴുപ്പലക്കുകയാണ്, അവർ വീമ്പിളക്കുകയാണ്, കള്ളം പ്രചരിപ്പിക്കുകയാണെന്നൊക്കെ വായടിക്കുകയാണെന്നൊക്കെ പറയുക. അത് വസ്തുതകളായിട്ട് മനസ്സിലാക്കണ്ടേ? ആ നിലയിൽ വേണ്ടേ ചെയ്യാനായിട്ട്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലിരിക്കുന്ന, സാമ്പത്തിക അധികാരത്തിലിരിക്കുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ബേസിക്സ് എക്സൈസ് ഡ്യൂട്ടി അല്ലാതെ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ തന്നെ സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ ലെവി സർചാർജുകൾ, അഗ്രികൾച്ചർ സർചാർജ്, റോഡ് സർചാർജ്, ഇങ്ങനെയെല്ലാം പറയുന്നത് കൂട്ടി ഏതാണ്ട് നിസ്സാരമുണ്ടായിരുന്ന 2014 ശേഷം ഏതാണ്ട് 21 രൂപയിലേക്ക് ആ ടാക്സ് മാത്രം വന്നു. ആ ടാക്സ് മാത്രം, അതൊരു ആഗോള പ്രതിഭാസമാണ്. ടാക്സ് വർദ്ധിപ്പിക്കുന്നതെന്ന് പറയണാൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുക? അതുകൊണ്ട് ശരിയായൊരു നടപടിയല്ല. അതുകൊണ്ട് ടാക്സ് വർദ്ധിപ്പിക്കുന്ന നടപടി കേന്ദ്രം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്രം ആ മെക്കാനിസം കുറയ്ക്കണം. ഇത് കഴിയാത്തവരല്ലല്ലോ BJP. നേരത്തെ അക്ഷയ തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നു, പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടന്നു, ഉത്തരാഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ 4 മാസക്കാല പ്രചരണത്തിൻ്റെ കാലത്ത് ഒരു നയാ പൈസ കൂടിയില്ലല്ലോ. അതൊക്കെ ആഗോള പ്രതിഭാസമാണ്, കമ്പോളത്തിലെ ചലനമാണ് എന്നൊക്കെ നിങ്ങൾ വായടിക്കുകയാണെന്ന് ഞങ്ങൾ പറയുകയാണോ? വസ്തുത അതല്ലേ, നമ്മൾ കണ്ടതല്ലേ. 125 രൂപ വരെ ആയിരുന്നു അന്താരാഷ്ട്ര വിപണിയിൽ ബാരൽ എണ്ണയ്ക്ക്. അത്രയും വിലയായപ്പോൾ പോലും, ഡോളർ ആയപ്പോൾ പോലും ഇവിടെ വില വർദ്ധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ എൻ കെ ഗോപിനാഥ് അങ്ങ് പറഞ്ഞ ചില കണക്കുകൾ വെച്ച് ഞാൻ ചോദിക്കുകയാണ്. അതായത് സംസ്ഥാനങ്ങളോട് രാജ്യത്തിന്റെ പ്രതിസന്ധിയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണല്ലോ ഇപ്പോൾ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു ആഹ്വാനം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീ ശശികുമാർ, അതായത് 2014 അധികാരത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുമ്പോൾ ഇവിടെ എക്സൈസ് നികുതി പെട്രോളിന് 9 രൂപ 48 പൈസയും ഡീസലിന് 3 രൂപ 5 പൈസയുമായിരുന്നു.
2020 ആയപ്പോഴാണ് പെട്രോളിന് 32 രൂപ 90 പൈസയും ഡീസലിന് 31 രൂപ 80 പൈസയുമായി ഉയർത്തിയത്. ആ വില മാറ്റം വ്യത്യാസം മനസ്സിലാവുന്നത് 2014 മുതൽ 2020 വരെയുള്ള വ്യത്യാസമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ വില വർധനവ് കുറയ്ക്കാൻ കേന്ദ്രത്തിന് തയ്യാറായാൽ പോരെ? എക്സൈസ് നികുതിയിലാണ് ഈ വർധനവ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ രാജ്യം മുഴുവൻ ഈ വിലക്കുറവുണ്ടാവുകയും ചെയ്യും. അല്ല, ആ നികുതിയിൽ കുറവ് വരുത്തിക്കൊണ്ടാണല്ലോ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ രണ്ടാമത് വന്നതിന് ശേഷം അത്തരത്തിലുള്ള ഒരു നികുതി കുറച്ചുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളോടും അതിൽ ഭാഗവാക്കായിക്കൊണ്ട് നിങ്ങളും നികുതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇവിടെ അതല്ലല്ലോ. നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് കുറെ കണക്കുകൾ നിരത്തിയല്ലോ. എന്താണ് സംസ്ഥാന സർക്കാരിന് പെട്രോളിയം മേഖലയിൽ എന്താണ് മുതൽ മുടക്ക്? ശമ്പളം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണോ? ഇതിന്റെ മറ്റ് അനുബന്ധ ചെലവുകളെല്ലാം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണോ? അല്ലല്ലോ. ഇവിടുത്തെ നികുതി പണം, ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി മാത്രം ശേഖരിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം മാത്രമല്ലേ സംസ്ഥാന സർക്കാരിനുള്ളൂ. എന്നിട്ട് അതുപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നുണ്ട്? ആ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ടാക്സ് ഇനത്തിൽ വരുന്ന വരുമാനം ഉപയോഗിച്ച് രാജ്യത്ത് റോഡ് നിർമ്മാണം അല്ലെങ്കിൽ മറ്റു മേഖലയിലെ വികസനം എല്ലാം കൃത്യമായി പരിപാലിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ഗോപിനാഥ് സൂചിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള നയങ്ങളും നടപടികളും ഒക്കെയാണ് ശരിയായ ഒരു തീരുമാനമെങ്കിൽ അതിനനുസരിച്ചാണ് കേരളത്തിന്റെ നിങ്ങളുടെ വികസനത്തെ കുറിച്ചൊക്കെ ഇദ്ദേഹം സൂചിപ്പിച്ചു. ഞാൻ അതിന്റെ സമയം വളരെ കുറവുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. കേരളത്തിന്റെ ആളോഹരി വരുമാനവും കേരളത്തിന്റെ വികസന രംഗത്തും കേരളത്തിന്റെ വ്യാവസായിക രംഗത്തും ഒക്കെ എന്തൊക്കെയോ ഉണ്ടാക്കിയെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കേരളത്തിന്റെ വ്യാവസായ രംഗത്തും വികസന രംഗത്തും എന്തുണ്ടാക്കി എന്നുള്ളത് KSRTCയും നമ്മുടെ KSEBയും ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് അത് മാത്രമല്ല, അങ്ങനെ നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെങ്കിൽ എന്തുകൊണ്ടാണ് രാജ്യമാണ് ഇന്ത്യ. നിങ്ങളുടെ കണക്കുകളും നിങ്ങളുടെ ഇത് ഞങ്ങളുടെ കണക്കുകളല്ല, ഇതാണ് രാജ്യത്തിന്റെ കണക്കുകളാണ്. രാജ്യത്തെ വില കൂട്ടിയിട്ടുള്ള കണക്കുകളാണിത്. നമ്മൾ ആരും ഉണ്ടാക്കിയ കണക്കുകളല്ല. ശ്രീ NK ശശികുമാർ, നിങ്ങൾ അതിന് മറുപടി പറ. നിങ്ങൾ ഈ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ വികസനത്തെ കുറിച്ചല്ല നമ്മൾ ഇന്ന് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ഇന്ധന വിലയെ പറ്റിയാണ്. സുഹൃത്ത് സൂചിപ്പിച്ചല്ലോ, കേരളത്തിന്റെ വികസന കാര്യത്തിലും എല്ലാ മേഖലയിലും ഉണ്ടായ. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ശ്രീ KN ഗോപി അങ്ങേക്ക് മറുപടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കണം. സമയക്കുറവുണ്ട്. എന്തുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിയെ നിങ്ങൾ ഗുജറാത്തിലേക്ക് അയച്ചതെന്നുള്ള മറുപടി പറ. അപ്പൊ ഞാൻ പറയാം എന്തുകൊണ്ടാണ് കേരളത്തിന്റെ വികസന രംഗത്തുണ്ടായ കേരളത്തിന്റെ വികസനത്തെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് രാജ്യത്തെ ഇന്ധനവില അത് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും കോവിഡ് വരികയാണ്. സാമ്പത്തിക എനിക്ക് അനുവദിക്കുന്നുണ്ട്, ഞാൻ മറുപടി പറയാം. വളരെ പെട്ടെന്ന് പറയൂ ശ്രീ KN ഗോപി. ശശികുമാർ, ഗുജറാത്ത് ഇന്ത്യയിലെ സംസ്ഥാനമാണ്. ഗുജറാത്ത് യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ വികസനത്തിന്റെ മോഡലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മോഡൽ ഇന്ത്യക്കാകെ യാഥാർത്ഥ്യമാക്കി ലോകത്തിന് മാതൃകയാക്കാൻ വന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ പറയാൻ തീരുമാനിച്ചാൽ ഞാനും പറയും. ആ നിലയിലേക്ക് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് ആ നിലയിലൊന്നും വിദേശ നാണ്യം രാജ്യത്തിലേക്ക് വന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് ഉൽപ്പാദന മേഖല വലിയ തോതിൽ പ്രതിസന്ധിയിലാണ് ഇന്ത്യയിൽ. അത് പൊതുമേഖല മാത്രമല്ല, സ്വകാര്യ മേഖലയും പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി കോവിഡിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് മാത്രം എഴുതിത്തള്ളാൻ കഴിയണതല്ല. അത് മനസ്സിലാക്കുക നിങ്ങൾ. അതുകൊണ്ട് ആ നിലയിലല്ല ഞങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് മൂലധന നിക്ഷേപത്തിൻ്റെ കാര്യത്തിലും കേരളത്തിലെ പശ്ചാത്തല വികസനത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ പറയുന്ന പോലെ ആനവട്ട ഉണ്ടാക്കിയെന്നൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. എന്തുണ്ടാക്കി എന്നൊക്കെ നിങ്ങൾ ചോദിച്ചല്ലോ, ഞാൻ അത് പറയുന്നില്ല, പറയുന്നത് ശരിയല്ല, എന്നെ അനുവദിക്കുന്നില്ല. ഗുജറാത്തിൽ നിങ്ങൾ പറയുന്ന ഈ വലിയ വിളംബരം ചെയ്യുന്ന വലിയ വികസനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അത് ഗുജറാത്തിന് മാത്രമാണോ സാധ്യമാകുന്നത്? അത് കേരളത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി അത്തരം കാര്യങ്ങൾ വല്ലതും മോഡലായിട്ട് നമുക്കിവിടെ സ്വീകരിക്കാനുണ്ടോ എന്ന് കേരളം നോക്കുകയാണ്. അതുകൊണ്ട് കേരള ഗവൺമെൻറ്റും ചീഫ് സെക്രട്ടറി ഉടനെ അങ്ങോട്ട് അയച്ചുകൊണ്ടുകൂടി BJP ആയി എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട. അങ്ങനെയൊന്നും നിൽക്കേണ്ട കാര്യമില്ല. അതിപ്പോൾ ഗുജറാത്തിലല്ല, അമേരിക്കയിലാണെങ്കിലും ആ മോഡൽ, റഷ്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ആ മോഡൽ ഞങ്ങൾ കാണുക. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചൈനയുടെ ആളാവാറുണ്ടല്ലോ. കേരളത്തിലെ ഇടതുപക്ഷക്കാർ ചൈനയെ നോക്കി പഠിക്കണം, അവിടെ വികസനം വരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കി പഠിക്കേണ്ട. ചൈനയിൽ നിന്നാണെങ്കിലും തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങളെ ഉപദ്രവിക്കുന്ന നയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കും. ഇറക്കുമതി ഉദാരവൽക്കരണ നടപടികളെ എതിർക്കും. അതല്ല വിഷയം. ഇവിടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവാണ് ചർച്ച. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിന് IK ഗുജറാൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ പെട്രോളിയം കമ്പനികൾക്ക് ഒരു ഓയിൽ ഓയിൽ പൂൾ അക്കൗണ്ട് ഒക്കെ ഉണ്ട്. ഒപ്പം തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള നയമുണ്ട് എങ്ങനെയാണ് രാജ്യത്തെ വില വർദ്ധിക്കേണ്ടത്. അന്താരാഷ്ട്ര വിപണിക്ക് അനുസരിച്ചാണ് ഇവിടെ വിലക്കുറവും വിലക്കയറ്റവും ഉണ്ടാവുക എന്നുള്ളതാണ് അന്ന് വാജ്പേയി സർക്കാർ പറഞ്ഞത്. പക്ഷേ